പനീർ ബുർജി റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ പനീർ എടുത്തിട്ടുണ്ട്. 200 ഗ്രാമോളമാണ്. ഒരു 1 അവർ മുമ്പ് ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നതാണ്. എങ്കിൽ മാത്രമേ നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ എഗ്ഗ് ബുർജി ചെയ്യുന്ന പോലെ തന്നെയാണിതും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒണിയനാണ്. ഞാനൊരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ 1 എണ്ണം എടുത്തിട്ടുണ്ട്. ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ഒരു 2 പീസ് വെച്ച് എടുത്തിട്ടുണ്ട്. ഗ്രീൻ ചില്ലി ആണെങ്കിൽ 2 എണ്ണം. പിന്നെ കൊറിയാൻഡർ ലീഫ്. ബാക്കിയുള്ള മസാലകളൊക്കെ കുക്കിംഗ് ടൈമിൽ തന്നെ കാണിക്കാം. അപ്പം നമുക്ക് കുക്ക് ചെയ്യാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലൂടെ ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല ജീരകമാണ് ചേർക്കേണ്ടത്. അതൊരു പിഞ്ച് മതി. പിന്നെ കടുക ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും എല്ലാം നമ്മൾ മറ്റുള്ള കറികളൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനിയും ഒണിയനൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പൊക്കെ ഇട്ടിട്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എഗ്ഗ് ബുർജി പോലെ തന്നെയാണ് പനീർ ബുർജിയും. അപ്പോൾ രാവിലെ മടിയായിട്ടൊക്കെ ഇരിക്കുന്ന ദിവസം വേറെ കറികളൊന്നും വെക്കാൻ വയ്യെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്യാം. ഇത് ചപ്പാത്തി റോൾ ഉണ്ടാക്കാനും അല്ലാണ്ട് ചപ്പാത്തിയുടെ കൂടെ സൈഡ് ഡിഷ് പോലെ കഴിക്കാനും ഒക്കെ വളരെ നല്ലതാണ് ബുർജിയെ. ടിഫിൻ ബോക്സിലും ഒക്കെ കൊടുത്തു വിടാം. നമ്മളിത് അടച്ച് വെച്ചതുകൊണ്ട് പെട്ടെന്ന് ഉള്ളി ഒന്ന് വഴന്ന് കിട്ടും. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴന്നോട്ടെ. ആ ഉള്ളിയുടെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറട്ടെ. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോയും കൊറിയാൻഡർ ലീഫും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ പനീർ എന്ന് പറയുന്നത് വളരെ ഹെൽത്തിയാണ്. വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് മെനുവിലൊക്കെ ഉൾപ്പെടുത്താൻ ഏറ്റവും പറ്റിയ ഒരിതാണ് പനീർ. ശരിക്കും നിറയെ പ്രോട്ടീനും കാൽഷ്യം ഒക്കെ ഉള്ളതുകൊണ്ട് ഇനി ഒന്ന് അടച്ച് വയ്ക്കാം നമുക്ക്. അപ്പോൾ ടൊമാറ്റോയും നന്നായിട്ട് വഴന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ഒരു 1/2 ടീസ്പൂണ്. പിന്നെ 1/2 ടീസ്പൂണ് തന്നെയാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുക്കാം. ഇപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിക്കോണം. വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്തൊക്കെ കൊടുക്കാം. ഈ മസാലയും കൂടി ഒന്ന് നന്നായിട്ട് വഴന്നെടുത്തോട്ടെ. ഇനി നമുക്ക് പനീറും കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചൂടാകുമ്പോൾ പൊടിഞ്ഞോളും. ആദ്യമേ തന്നെ പനീർ നമ്മൾ പൊടിച്ചെടുക്കുകയൊന്നും വേണ്ട, കട്ട് ചെയ്ത് ചെറുതാക്കുകയൊന്നും വേണ്ട. ഇങ്ങനെ ഇട്ടിരുന്നാലും മതി. ചൂടാകുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു പൊക്കോളും. ഇല്ലെങ്കിൽ അങ്ങ് തീരെ പൊടി പോലെ ആയി പോകും. അങ്ങനെ ആയാലും അതൊരു ടേസ്റ്റ് കൊള്ളത്തില്ല. ഇനി നമുക്കിതൊരു 5 മിനിറ്റ്സ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇതിപ്പം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നു. ഇനിയിപ്പോൾ അതൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ചപ്പാത്തിയോടൊപ്പം വളരെ ടേസ്റ്റിയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി. അപ്പോൾ നമ്മുടെ ബുർജി റെഡിയായി. ഇതിന് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പനീർ ബുർജി ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ ചപ്പാത്തിയോടൊപ്പം ഒരു സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. പനീർ ബുർജി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ദിവസം നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.